വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട മാലിന്യ പ്ലാന്റ് ഇവിടെ വേണ്ടേ വേണ്ട മാലിന്യ പ്ലാന്റ് ഇവിടെ വേണ്ടേ വേണ്ട. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം തുരുത്തേപ്പാലത്തിന് സമീപമാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധ മീറ്റിംഗ് നടക്കുകയാണ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു പ്ലാന്റ് വരികയാണ്. ആ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു പ്ലാന്റാണ്. അത് വരുന്നത് എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നത് ഇതിവിടെ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇവർക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ പ്ലാന്റ് വരുന്നത്. നമ്മുടെ ചേർത്തലയിലാണ് സാധാരണ ഇങ്ങനെ ഒരു പ്ലാന്റ് അവിടെ ഉള്ളത്. ആ പ്ലാന്റിലേക്കാണ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യങ്ങളെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. അവരത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും ഈ വാഹനങ്ങൾ പിടിക്കുമ്പോൾ ചേർത്തല എന്നുള്ള വാഹനങ്ങളാണ് റോഡിന്റെ സമീപത്തെല്ലാം ശുചിമുറി മാലിന്യം തള്ളുന്നത്. അപ്പൊ നമ്മുടെ ഈ തുരുത്തേപ്പാലത്തിന് സമീപത്തുള്ള ഇവിടെ ഒരു തോടുണ്ട്, അത് മാലിന്യമായിട്ട് കിടക്കുകയാണ്. ഇതിന്റെ സമീപത്തും പല പ്രാവശ്യം ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ ഇവിടെ കാണുന്ന ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ്. അപ്പൊ ഇവിടെയാണ് ഈ പ്ലാന്റ് വരുന്നത്. അപ്പൊ അതിനെതിരെ പ്രതിഷേധമായിട്ടാണ് ഇവിടെ ഒരു സമരം നടക്കുന്നത്. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനാണ് ഇവിടെ ഈ സമരം നടത്തുന്നത്. ഇത് മാങ്ങാനം തുരുത്തേപ്പാലമാണ്. തുരുത്തേപ്പാലത്തിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമാണ് ഈ വലത് സൈഡിൽ കാണുന്നത്. ഇവിടെയാണ് ശുചിമുറി സംസ്കരണ പ്ലാന്റ് വരുന്നത്. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് മാങ്ങാനം വടക്കേനട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം പുതുപ്പള്ളി റോഡിൽ തുരുത്തേപ്പാലത്തിന് സമീപത്തുനിന്ന് ആരംഭിക്കുന്ന ജൂബിലി റോഡാണിത്. ഈ ജൂബിലി റോഡിലാണ് ദേവലോകം പള്ളി അരമന, മാങ്ങാനം പള്ളി, ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം എന്നിവയെല്ലാം ഈ റോഡിന് സമീപത്തായിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇതൊരു അംഗൻവാടിയാണ്. ഇവിടെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കെട്ടിടത്തിന്റെ രൂപരേഖയും പ്ലാനും എല്ലാം തയ്യാറായിരിക്കുകയാണ്. ഇതാണ് പണിയുന്ന ബിൽഡിങ്ങിന്റെ പ്ലാന്. ഇവിടെ കുറിച്ചി, മീനടം, പുതുപ്പള്ളി, വാകത്താനം, വിജയപുരം, കോട്ടയം മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്ലാന്റ് ഇവിടെ വന്നാൽ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമെന്ന് മനസ്സിലാക്കിയ മാങ്ങാനം വടക്കേനട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനാണ് പ്രതിഷേധ നടപടികളുമായി ഇന്ന് ആദ്യമായി സൂചനാ സമരം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കിനി അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡ് മെമ്പർ ഷൈനി വർക്കിയാണ്. നമ്മൾക്കറിയാം, ശുചിത്വ മിഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥാപിക്കുന്ന JWയുടെ സ്ഥലത്ത് സ്ഥാപിക്കുന്ന ഈ കക്കൂസ് മാലിന്യ പ്ലാന്റ് ഏതാണ്ട് 7 പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയിലെയും കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദൈനംദിനം ഒരു 10 വണ്ടിയെങ്കിലും 10 ലോഡ് മാലിന്യമെങ്കിലും ഈ പ്രദേശത്ത് എത്തിച്ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ഇതിപ്പോൾ തന്നെ സ്ഥലം MLAയുടെ ശ്രദ്ധയിലും അതോടൊപ്പം മുനിസിപ്പാലിറ്റിയുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ നിവേദനം MLAക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ പറയുന്ന ജനവാസ കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ ദേവലോകം അരമന തൊട്ടടുത്തുണ്ട്. ഏതാണ്ട് 500 മീറ്റർ താഴെയുള്ള ദേവലോകം അരമനയിലേക്ക് മാങ്ങാനം നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് 300 മീറ്ററേ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇങ്ങനെയൊരു സംസ്കരണ പ്ലാന്റ് വേണ്ടതുണ്ടോ എന്ന് സർക്കാരും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ശരിക്കും അതൊരു പഠനം നടത്താതെയാണ് ഇവിടെ കൊണ്ട് സ്ഥാപിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിതിപ്പോൾ ഒരു സൂചന ആയിട്ടുള്ള ഒരു സമര പദ്ധതിയാണ് ഇന്നിപ്പം പ്രതിഷേധ ധർണ പോലെയാണ് നമ്മളിന്നിപ്പം ഒരു ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്ന് ഇതിനൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള സമര പരിപാടികളുമായി അത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നമ്മളുടെ വടക്കേനട റെസിഡൻസ് അസോസിയേഷനെ തള്ളിവിടരുത് എന്ന് അധികാരികളോട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടെ അല്ലാതെ തന്നെ ഇവിടെ ഒരു തോടുണ്ട്. ആ തോട് മലിനപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യവും അതുപോലെ തന്നെ വേസ്റ്റും ഇടുന്ന ആളുകളെ നമ്മൾ പിടിക്കുകയും അത് തിരിച്ചു വാരിക്കൊണ്ട് പോകുന്ന സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയതുമാണ്. നമ്മളതിന് മുൻകൈ എടുത്ത് ചെയ്തിട്ടുമുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രദേശത്തെ ഒരു മലിനമാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരും അധികാരികളും മുന്നോട്ട് വരരുത്. അത് ജനവാസ കേന്ദ്രമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ബഹുമാനപ്പെട്ട MLA-യോട് നമ്മൾ നിവേദനം കൊടുത്തു. അതോടൊപ്പം ഇപ്പോഴും നമ്മൾ പറയുന്നു, അദ്ദേഹം കൂടുതലായിട്ട് ഇതിനെ ഇടപെട്ടുകൊണ്ട് നമ്മളുടെ വാർഡ് മെമ്പറുണ്ട്. അപ്പം അവർ അതിന് മുൻകൈ എടുക്കുമെന്ന് തന്നെയാണ് നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പം അദ്ദേഹം നമുക്കൊരു ഉറപ്പ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യം അദ്ദേഹം വരില്ല എന്ന് നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിലും അത് കഴിഞ്ഞ് ശുചിത്വ മിഷൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ പങ്കെടുത്തപ്പോൾ അതിനകത്തുനിന്ന് ഒന്നും മനസ്സിലായതിനകത്ത് അവർ കൊണ്ടുവരാൻ തന്നെയുള്ള തീരുമാനമാണ് എന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധ സമരം ഇവിടെ നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പം എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് കൂടുതൽ ആളുകൾ ഇനി വരും ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന സമര പരിപാടികളുമായി റെസിഡൻസ് അസോസിയേഷൻ മുന്നോട്ട് പോവുകയുണ്ടാവും. അപ്പം ഇത് ഒന്നുകൂടി നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കളക്ടറുടെയും MLA-യുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. ഇതൊരു സൂചന മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പം ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഈ സമരപരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വടക്കേനട റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചെസാർ അവർ അദ്ദേഹത്തെ ഈ സമരപരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള വിജയപുരം വാർഡ് പഞ്ചായത്ത് വാർഡ് 10ന്റെ മെമ്പറായിട്ടുള്ള ഷൈനി വർക്കി അവരുടെയും മാഡത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം കൂടുതൽ നമ്മളുടെ വിശദീകരണം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് DWയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രാധാകൃഷ്ണൻ സാർ എത്തിച്ചേരുമെന്നാണ് പറയുക. അപ്പോൾ സാറ് എത്തിയിട്ടില്ലെങ്കിൽ പോലും സാറിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ 10ാം വാർഡിലെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. മാങ്ങാനം കുരിശു മുതൽ മാങ്ങാനം കലുങ്ക് വരെയുള്ള ഈ മാങ്ങാനം പ്രദേശത്തിൻ്റെ സ്വസ്ഥതയും സ്വൈര്യജീവിതവും ശാന്തതയും അവസാനിപ്പിക്കത്തക്ക രീതിയിൽ 2 ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈയിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത് നമ്മുടെ സ്കൂൾ പടിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ്, അതിനെതിരെ വടക്കേനട റെസിഡൻസ് അസോസിയേഷൻ നിരന്തരമായി സമരം ചെയ്യുകയും അതിൻ്റെ കേസ് ഇപ്പോൾ കോടതിയിലാണ്. ഏതായാലും അധികം താമസിയാതെ അത് അടച്ചുപൂട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. രണ്ടാമത് നമ്മൾ ആശ്വസിച്ചിരിക്കെ ഇവിടെ ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ സ്വാഗതം ചെയ്തത്. അതിനെതിരെ ബഹുമാനപ്പെട്ട MLA, ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട കളക്ടർ മുതലായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ സമീപിച്ച് നിവേദനങ്ങൾ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലാന്റ് വരുന്നില്ല എന്നൊരു മറുപടിയാണ് ആദ്യം നമുക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ മാസം 28-ാം തീയതി പഞ്ചായത്തിലേക്ക് ഞങ്ങളെ വിളിപ്പിക്കുകയും വടക്കേനട റെസിഡൻസ് അസോസിയേഷൻ കൊടുത്ത നിവേദനത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം ഞങ്ങളെ മാത്രമാണ് വിളിച്ചത്. അവിടെ വെച്ച് കേരള സ്റ്റേറ്റിൻ്റെ ശുചിത്വ മിഷൻകാർ ഒരു ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രദേശത്തിൻ്റെ സൈറ്റ് പ്ലാനൊക്കെ ഉൾപ്പെടെ ഇവിടെ വരാൻ പോകുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒരു രീതിയിലും ജനജീവിതത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ലെന്നും അവിടെ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കാമെന്നുമാണ് അവർ നമ്മളെ അടുത്ത് പറഞ്ഞത്. ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത് ചേർത്തലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. ചേർത്തലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാന്റാണെന്നും അവിടുത്തെ വെള്ളം ആണ് നാട്ടുകാർ ഉപയോഗിക്കുന്നതെന്നും അവിടെ നിന്ന് വരുന്ന എഫ്ലുവൻ്റ് വെള്ളമാണ് നാട്ടുകാർ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് ഞങ്ങളെ ബോധവൽക്കരിച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ 17-ാം തീയതിയിലെ കേരള കൗമുദി പത്രത്തിൽ ചേർത്തലയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് പൊട്ടി ഒലിച്ച് അതിൽ നിന്നുള്ള മാലിന്യങ്ങൾ ആ നാട് മുഴുവനും റോഡിലുമൊക്കെ നിറഞ്ഞ് ഈ ജനജീവിതം തന്നെ ദുസ്സഹമായ രീതിയിൽ സംഭവിക്കുകയും അവിടുത്തെ ജനപ്രതിനിധികൾ അതിനെതിരെ സമരം ആസൂത്രണം ചെയ്യുകയും ചെയ്ത ഒരു വാർത്ത ഞങ്ങൾ വായിക്കുകയുണ്ടായി.
അപ്പോൾ ഞങ്ങളും ഭയപ്പെടുകയാണ്. ഇവിടെ എത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാലും ഈ നാളെ ഒരു കാലത്ത് ഇത് യാത്രയിൽ സംഭവിച്ച പോലെ മാങ്ങാനത്ത് സംഭവിക്കില്ല എന്ന് എന്ത് ഉറപ്പാണ് ഇവർക്ക് തരാനുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ വരുന്നതിന് ശക്തിയുക്തം നമ്മൾ പ്രതിഷേധിക്കുകയും അതിനെതിരെ മരണം വരെ സമരം ചെയ്യുകയും ചെയ്യുമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ സത്യാഗ്രഹ സമരം, ഈ സൂചനാ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാധ്യയായ നമ്മളുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി വർക്കിയെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ നമ്മുടെ വടക്കേനട റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുശേലി സാറ്, സെക്രട്ടറി വരപ്രസാദ്, റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളെ, ചുറ്റുപാടുമുള്ള നമ്മുടെ ആളുകളെ, ഇന്നത്തെ ഈ ഒരു സൂചനാ പണിമുടക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിജയപുരം പഞ്ചായത്തിൽ നേരത്തെ ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെ എതിർത്താണ്. നമ്മുടെ വാർഡിലേക്ക്, നമ്മുടെ ഒരു പരിസരത്തേക്ക് മാങ്ങാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടെ ഒരു തോടുള്ളത് കൊണ്ട് ആ തോടിനകത്ത് അല്ലേ തന്നെ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ദൂഷ്യമാണ് എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതിനോടനുബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം പഞ്ചായത്തിൻ്റെ ഇതിന് എതിർത്ത് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ അതുപോലെ മുനിസിപ്പാലിറ്റിക്കാരും ആദ്യം അത് എതിർത്തതാണ്. അപ്പോഴാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഈ സ്ഥലം അവരത് ചെയ്ത ഉടമസ്ഥർ തന്നെ അവർക്ക് ഇതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വരുന്നതിലേക്ക് വഴിതെളിച്ചത്. എന്നാൽ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അതിനെ എതിർത്തതിനാലാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ വെച്ചത്. അന്നവിടെ നമ്മളിവിടുന്ന് വന്നവരൊക്കെ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ ഇത് വരുന്നതിന് നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ പറഞ്ഞിട്ട് പോയിരുന്നിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ മുന്നോട്ട് ഇതിൻ്റെ ഒരു വരാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അതിന് ഉറച്ചുവേണ്ടതിന് നിൽക്കും. അതിനുവേണ്ടി വിജയപുരം പഞ്ചായത്തും നമ്മുടെ വർക്കനട അസോസിയേഷനും കൂടെ തന്നെ ഉണ്ടാവും. മെമ്പർ എന്ന നിലയ്ക്ക് ഞാനും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. തിരുവഞ്ചൂർ സാർ MLA എടുക്കാൻ നമ്മളിതിൻ്റെ നിവേദനം ഇന്നലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സാറിൻ്റെ അടുക്കൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ അടുക്കൽ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇവിടെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനാ പണിമുടക്ക് മുന്നോട്ട് എത്രത്തോളം ഇത് വരാതിരിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും അതിന് എത്രത്തോളം നമുക്ക് ധർണ അല്ലെങ്കിൽ സമരം നടത്തണോ അതുവരെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ഒരു സൂചനാ പണിമുടക്ക് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഉദ്ഘാടകനും അതുപോലെ നമ്മളുടെ പ്രസിഡന്റും പറഞ്ഞ പോലെ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരുന്നു എന്ന് ഇതിൻ്റെ ആദ്യം സ്വീറ്റ് കമ്മീഷൻ്റെ ആൾക്കാർ വന്ന് അവരിവിടെ ഇതിൻ്റെ കാര്യങ്ങളും സന്ദർശിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ചില കുടുംബാംഗങ്ങൾ നമ്മളെ വിളിച്ചു പറയുകയും നമ്മളതനുസരിച്ച് അതിൻ്റെ ഇത് വരാതിരിക്കാനുള്ള നടപടികൾ ആലോചിക്കുകയും അതിനെതിരെ പരാതിപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ ആദ്യം നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പ് ഇതിൽ സംബന്ധിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല, ഇതിവിടെ വരത്തില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ വടക്കേനട റെസിഡൻസ് അസോസിയേഷന് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കഴിഞ്ഞ ജൂൺ 28 ശനിയാഴ്ച വൈകുന്നേരം വിജയപുരം പഞ്ചായത്തിൽ വെച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്, ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ സ്വീറ്റ് കമ്മീഷൻ നടത്തി. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കർണാടകത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വളരെ വിജയകരമായി നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. വളരെ സേഫായിട്ടാണ് ഇവിടെ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ചേർത്തലയിൽ വളരെ സുരക്ഷിതമായിട്ട് ഒരു പ്ലാന്റ് നടക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാമെന്ന് പറഞ്ഞതാണ്. അത് ജൂൺ 28 അത് പറഞ്ഞത്. എന്നാൽ ജൂലൈ 16 അവിടെ ചോർച്ച സംഭവിക്കുകയും ജൂലൈ 16 മുമ്പ് തന്നെ ജൂലൈ 17 കേരളകൗമുദി പത്രത്തിലാണ് അതിനെ സംബന്ധിച്ചൊരു വാർത്ത വന്നത്. ആ മാലിന്യ പ്ലാന്റിൽ നിന്നും മാലിന്യം വെളിയിൽ ഒഴുകി അവിടെയെല്ലാം വരുന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രക്ഷോഭം നടത്തുകയും പരാതി നൽകുകയും ചെയ്തിട്ട് താൽക്കാലികമായിട്ട് ആ പ്ലാന്റ് അടച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അന്ന് ആ പത്രത്തിൽ നമ്മൾ കണ്ടത്. അപ്പം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സംഭവിക്കാം. ഇത് അന്നത്തെ യോഗത്തിൽ ആ ബോധവൽക്കരണ ക്ലാസ്സിൽ നമ്മളിത് ചൂണ്ടിക്കാണിച്ചതാണ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ഇതെപ്പോൾ വേണമെങ്കിലും എന്ത് തകരാറ് വേണമെങ്കിലും ഇതിന് സംഭവിക്കാം. ആയതിനാൽ നമ്മൾ
അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായി ഒന്ന് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, നമ്മൾ ഈ മുമ്പിൽ കാണുന്ന സ്ഥലത്താണ് അവരത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് അല്പം മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ്. അപ്പോൾ നമ്മളിത് ചതുപ്പ് നിലമാണെന്ന് പറഞ്ഞപ്പോൾ ചീഫ് മിഷൻ്റെ ഡയറക്ടർ പറഞ്ഞത് അവിടെ ഉയർന്നിരിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ കുറച്ച് മണ്ണ് ഇട്ട് പൊട്ടി ഇപ്പോൾ അവിടെ കുറേ പൈപ്പെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. അവിടുത്തെ സ്ഥലത്തിലാണ് ഇത് വരുന്നതെന്നാണ് നമുക്ക് അതിൻ്റെ ലേഔട്ടിൽ നിന്ന് മനസ്സിലായത്. അതേപോലെ തന്നെ മീനടം, വിജയപുരം, വാകത്താനം, പുതുപ്പള്ളി, കുറിച്ചി എന്നീ പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കക്കൂസ് മാലിന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം തന്നെ പറഞ്ഞ ആശങ്ക, ഇവിടെ ഈ ഇറങ്ങുന്നിടത്ത് ഇപ്പോൾ കണ്ടാലറിയാം ഒരു ചെറിയ വഴിയാണ്. ഇവിടെ ഒരു വണ്ടി മുമ്പോട്ട് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ലോറികളുമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ബ്ലോക്കാവും. അതിൽ നിന്ന് മാലിന്യമൊക്കെ ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞില്ല, അവർ വളരെ കവർ ചെയ്തിരിക്കുന്ന വണ്ടിയിലൊക്കെ ആയിരിക്കും ഇത് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പറഞ്ഞു, മാറി വരുന്ന ഗവൺമെൻറ്റുകളോ നഗരസഭ അധികൃതരോ പ്രൈവറ്റ് ആൾക്കാർ കൂടി ഇവിടെ ശുചീകരണം നടത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അവർ യാതൊരുവിധ സേഫ്റ്റിയും പാലിക്കാതെ ആയിരിക്കും കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സമീപത്തൂടി ഒഴുകുന്ന ആ തോട് ഈ കക്കൂസ് മാലിന്യത്തെക്കാളും വളരെ മാലിന്യം കലർന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ തന്നെ കിടക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു പ്ലാൻ കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണേലും നമ്മൾക്കറിയാം ഇത് ചതുപ്പ് നിലമാണ്. നമ്മളിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന നമ്മൾക്കറിയാം ഇത് മണ്ണിട്ട് നികത്തിയ സ്ഥലമാണ്. എന്നിട്ട് തന്നെ മുഴുവൻ നികത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ നോക്കിയാൽ വെള്ളക്കെട്ടുകൾ കാണാം. ഈ വെള്ളക്കെട്ടിൽ മാലിന്യം എങ്ങനെ നിങ്ങൾ എത്ര സുരക്ഷിതമായിട്ട് ഇത് ഉണ്ടാക്കിയാലും ഇതിൽ നിന്ന് മാലിന്യം വരും. അതുകൊണ്ട് അതിവിടെ ഈ വഴി ഓരത്ത് ഇതുപോലെ പുതുപ്പള്ളി കറയിച്ചാൽ, കോട്ടയം പുതുപ്പള്ളി കറയിച്ചാൽ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു മാലിന്യ പ്ലാന്റ് നിർമ്മിക്കേണ്ട കാര്യമില്ല. ഇത് വേറെ എവിടെയെങ്കിലും ഭാഗത്തേക്ക് ജനവാസമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യവും നമ്മളന്ന് നമ്മുടെ ആശങ്ക അറിയിക്കുകയാണ്. അതേ തുടർന്ന് ഇത് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടായതിനെ തുടർന്നാണ് നമുക്കിപ്പോൾ ഈ പ്രതിഷേധ സമരവുമായി നമ്മൾ മുമ്പോട്ട് പോയിരിക്കുന്നത്. നമ്മൾ വീണ്ടും വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഇതിനെ സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് മുമ്പോട്ടുള്ള ഗതി എന്നനുസരിച്ച് നമുക്ക് അടുത്ത സമരമാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ NB ശശിധരനാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടറി വരപ്രസാദ്, MR ദേവാനന്ദ്, B രാജേഷ് കുമാർ, KG ചന്ദ്രശേഖരൻ നായർ, KN വിജയചന്ദ്രൻ നായർ തുടങ്ങിയവരാണ് ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. സമാധാനകാംക്ഷികളായ കുറേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയാണോ അധികാരികൾക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇവിടെ പല സംഗതികളിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിഷേധിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമുക്കും അറിയാം, പ്രതിഷേധിക്കാൻ അറിയാം, പ്രതിഷേധം ഉഗ്രമായ രീതിയിൽ കൊണ്ടുപോകാൻ അറിയാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. ഇന്ന് ഇതൊരു സൂചനാ സമരമായിരിക്കും. വരും ദിവസങ്ങളിൽ സമരങ്ങൾ ശക്തി പ്രാപിക്കും എന്നാണ് സംഘടനാ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്.